ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ, ഒരു ഫുൾ ചിക്കൻ ഞാൻ ചെറിയ കഷ്ണം, അതിനകത്ത് വലിയ ബോൺസ് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ബോൺലെസ് ചിക്കനാണ് സാധാരണയായിട്ട് ചില്ലി ചിക്കൻ ഉപയോഗിക്കാറ്. ഞാനിവിടെ അത് ഫുൾ ചിക്കനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ നേരം ഞാൻ മാരിനേറ്റ് ചെയ്തിരുന്നു. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഈ 1 കിലോ ചിക്കനിലേക്ക് ഞാൻ ചേർത്തിരുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വിനെഗർ, 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഉപ്പ് ആവശ്യത്തിന്, 1 മുട്ട, കുറച്ച് കോൺഫ്ലവർ. കുറച്ച് കോൺഫ്ലവർ എന്ന് പറഞ്ഞത് ചെറുതായിട്ടൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് കോൺഫ്ലവറേ ഞാൻ ചേർത്തിട്ടുള്ളൂ. മുക്കി പൊരിച്ചെടുക്കുന്നത് പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് ഈ ചിക്കന് കോൺഫ്ലവറിനകത്ത് നമ്മൾ ആ കുഴച്ചെടുക്കുന്ന മാവിനകത്ത് മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തു. ആ കൂട്ടത്തിൽ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്തിരുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഈ കാണുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചില്ലി ചിക്കൻ ആക്കി എടുക്കാൻ വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. എണ്ണ ഇനി നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കെച്ചപ്പ് 4 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം. ഇത് ഞാൻ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തണുത്ത വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണിത്. പച്ചമുളക് ഞാനിവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് തീരെ കുറച്ച് മതി എന്നുള്ളവർ പച്ചമുളക് 1-2 എടുത്താൽ മതിയാവും. സോയാ സോസ് 5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗ്രീൻ ചില്ലി സോസാണിത്, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതല്പം എരിവുള്ള ചില്ലി സോസാണ്. വിനെഗർ 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറേശ്ശെ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെ ആഡ് ചെയ്ത് അവനവൻ്റെ രുചിക്കനുസരിച്ച് നമുക്കത് കറക്റ്റ് പാകത്തിനാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചേറെ മുളക് ചേർക്കുന്നുണ്ട്. സാധാരണ ചില്ലി ചിക്കന് എരിവ് കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യമനുസരിച്ച്, ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് മുളക് പൊടിയുടെ അളവ്, അതുപോലെ പുളി, വിനെഗർ വരുമ്പോൾ നല്ല പുളി കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 തരത്തിലുള്ള ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സെലറിയാണ്. സെലറിയുടെ ഒരു തണ്ടേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ചതുര കഷ്ണങ്ങളാക്കി ഞുറുക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓരോ ക്യാപ്സിക്കമാണിത്. 3 തരത്തിലുള്ള 3 ക്യാപ്സിക്കം. ഇതുപോലെ സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവാള, 2 കളറിലുള്ള സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിനി എങ്ങനെയാണ് ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ചിക്കൻ വറുത്തെടുത്ത ആ പാത്രത്തിലേക്ക് തന്നെയാണ്, ആ എണ്ണയിലേക്ക് തന്നെയാണ് ഞാനിവിടെ വെജിറ്റബിൾ വറക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിടാം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. സവാളയൊന്ന് വാടിക്കഴിഞ്ഞു. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിടാം. ക്യാപ്സിക്കം, സെലറി, ഇത് ഒരുപാട് വെന്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ക്യാപ്സിക്കം എല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം.
മുളക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഒരു വളരെ കുറച്ച്, അതുപോലെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കാം. ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടിയുടെ പച്ചച്ചുവയൊന്ന് മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി. അതിനുശേഷം നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി, കെച്ചപ്പ്, സോയ സോസ്, വിനെഗർ, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ച് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇപ്പം തയ്യാറായി കഴിഞ്ഞു. ഈ സമയത്ത് നിങ്ങൾ കെച്ചപ്പിൻ്റെ അളവ്, സോയ സോസ് നിങ്ങളിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന നല്ല എരിവുള്ളൊരു ചില്ലി ചിക്കനാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണ്ടാത്തവരാണ് മുളകിൻ്റെ അളവ് വളരെ കുറയ്ക്കണം. ഞാനിവിടെ കളർ ചേർത്തിട്ടില്ല, കാരണം ഞാൻ മുളക് പൊടി ചേർത്തപ്പോൾ ആവശ്യത്തിനുള്ള കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല എരിവുള്ളൊരു ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളനുസരിച്ച് നിങ്ങൾക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളകിൻ്റെ അളവ് കുറയ്ക്കണം. എല്ലാ മുളകിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിളും ചിക്കനുമൊക്കെ, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനുമൊക്കെ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ്, ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നിളക്കാം. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല എരിവുള്ള ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. നമ്മളിത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എക്സ്ട്രാ ആഡ് ചെയ്ത് അതിലേക്ക് വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് നിങ്ങൾ ഗ്രേവി കൂട്ടിയെടുത്താൽ മതിയാകും. പലരും പല പ്രാവശ്യമായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് ചില്ലി ചിക്കൻ. അൺഫോർച്ചുനേറ്റ്ലി ഇച്ചിരി താമസിച്ച് പോയി അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ചില്ലി ചിക്കൻ നിങ്ങൾ കടയിൽ പോയി കഴിക്കുന്ന ചില്ലി ചിക്കൻ്റെ ടേസ്റ്റായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കെച്ചപ്പും ഈ സോസും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അതിന് ഭയങ്കര മധുരമാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഷുഗറും കുറച്ച് സോസുകളൊക്കെ കുറച്ചതിന് ശേഷം ഞാനതിനെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് പച്ചമുളക് കൂടുതൽ ചേർത്ത് വിനെഗർ നന്നായിട്ട് ചേർത്ത് അപ്പോൾ നല്ല എരിവും പുളിയൊക്കെ തോന്നിക്കുന്ന ഒരു ചില്ലി ചിക്കനാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ റോങ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല കടയിൽ കിട്ടുന്ന ചില്ലി ചിക്കൻ എന്നൊന്നും പറഞ്ഞ് ആരും കമൻ്റ് ഇടരുത്. കാരണം ഇത് കടയിൽ കിട്ടുന്ന ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് അല്ല. പക്ഷേ ഇത് നല്ല എരിവുള്ളത് കൊണ്ടാണ് ആ ടേസ്റ്റിന്, ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇതിന് എരിവുണ്ട്. നല്ല എന്താ പറയുക, നല്ല ഹോട്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇല്ലാത്തവർ
ഈ മുളക് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കെച്ചപ്പൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീരെ എരിവ് കഴിക്കില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മുളക് പൊടിയൊക്കെ നിങ്ങൾ ലേശം ഇട്ടേച്ചാൽ മതി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ എനിക്ക് ബോൺലെസ് ചിക്കനെ കഴിഞ്ഞു എനിക്കിഷ്ടം ഫുൾ ചിക്കൻ തന്നെ. അതിൻ്റെ വലിയ ബോൺ കളഞ്ഞതിന് ശേഷം ബാക്കി ചെറുതായിട്ട് ഞുറുക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ ബോൺസൊക്കെ ഇതിനകത്തുമുണ്ട്. പക്ഷേ ഈ ഫുൾ ചിക്കൻ എടുക്കുമ്പോൾ ആ ചിക്കൻ വറുത്തെടുക്കുന്നതിനുണ്ടല്ലോ നല്ല രുചിയുണ്ടാകും. ബോൺലെസ് ചിക്കൻ തനിയെ വറുത്തെടുക്കുന്നതിലും ടേസ്റ്റാണ്. ഫുൾ ചിക്കൻ്റെ ചില്ലി ചിക്കൻ ഇങ്ങനെ നമ്മൾ ചിക്കൻ ചെറുതായിട്ട്, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് മുറിച്ചെടുക്കാനായിട്ട്. ചെറുതായിട്ട് മുറിക്കണം, ബോൺ കളയണം, ഇച്ചിരി താമസം ഉണ്ടാകും. പക്ഷേ ടേസ്റ്റ് ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതൊന്നും വെന്ത് പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വാട്ടുക മാത്രമേ ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവൻ ക്യാപ്സിക്കം ഒന്നും ചേർക്കാത്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ഉടനെ തന്നെ നമുക്കത് അന്നേരം കഴിക്കാം. നമ്മളിപ്പോൾ കടയിൽ പോയൊക്കെ കഴിക്കുമ്പോൾ ഒരു സോസ് നേരത്തെ ഉണ്ടാക്കി വെക്കും, ചിക്കൻ വറുത്ത് മാറ്റി വെക്കും. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തവർ ചൂടാക്കി തന്നാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചില്ലി ചിക്കൻ കഴിക്കുന്നവർക്കറിയാം, കടയിൽ നിന്ന് ചില്ലി ചിക്കൻ മേടിക്കുമ്പോൾ ആ ചിക്കനിൽ യാതൊരു ടേസ്റ്റും കാണത്തില്ല. അതേസമയം നമ്മൾ ഇങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ട് ഈ മസാലകൾ, അത് മസാല മീൻസ് നമ്മളതിൻ്റെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഈ ചിക്കനിൽ തന്നെ ആ ടേസ്റ്റെല്ലാം കിട്ടും. ഈ ചിക്കൻ വറക്കുന്ന സമയത്തുണ്ടല്ലോ, ചിക്കൻ വറക്കുന്ന സമയത്ത് ആദ്യമേ വറക്കുമ്പോൾ ഒറ്റ പീസ് ചിക്കൻ ഇട്ട് വറുത്തെടുക്കുക. ആ ചിക്കനിൽ ഉപ്പും പുളിയും ഒക്കെ ടേസ്റ്റ് നിങ്ങൾ നോക്കുക. അതിന് നല്ല രുചിയുള്ള ചിക്കനായിട്ടായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നൊന്നും ആഡ് ചെയ്യണ്ട. അതേസമയം അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രുചി കിട്ടിയില്ലെങ്കിൽ ലേശം കൂടെ മുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പ്, പുളി, വിനെഗറോ ഒക്കെ ചേർത്ത് ചിക്കനിൽ ടേസ്റ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചിക്കന് രുചി ഉണ്ടാവില്ല. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ ചിക്കന് രുചി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരല്പം നേരം, ഉടൻ തന്നെ ആ ചൂടോടെ തന്നെ നമ്മൾ അങ്ങനെ എടുത്ത് ഡയറക്റ്റ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഈ ചില്ലി ചിക്കൻ നമ്മളത് കൂട്ടിയതിന് ശേഷം മിച്ചം ഇരിക്കുന്ന ചില്ലി ചിക്കൻ ഉണ്ടല്ലോ, ഈ ഗ്രേവി എല്ലാം കൂടി ഇതിലിട്ടങ്ങ് സോക്കായി അങ്ങനെ ഇരിക്കുന്ന ചില്ലി ചിക്കൻ കഴിക്കാൻ അടിപൊളിയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റോടുകൂടിയാണ് അതിരിക്കുക. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഞാനിത് മുക്കി പൊരിച്ചെടുക്കുകയല്ല ചെയ്തിരിക്കുന്ന ഈ ചിക്കന്. കാരണം ചിക്കൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം കോൺഫ്ലവർ ചേർത്ത് ഞാനത് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലേശം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതേസമയം മുക്കി പൊരിച്ചെടുക്കാൻ ഓരോ പീസും മുക്കി പൊരിച്ചെടുക്കത്തക്ക രീതിയിൽ അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഈസ്റ്ററിന് എല്ലാവരും നല്ല ഹോട്ട് ആൻഡ് സവർ ചില്ലി ചിക്കൻ ഉണ്ടാക്കുക. അതെങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരാളെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കമൻറ്റ് ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.